എൽ ജിയുടെ ഒരു 43 ഇഞ്ച് ടി വി. ഇതിൻ്റെ മോഡൽ 43UM7300 PTA. ഈ സെറ്റിൽ മദർ ബോർഡിൽ തന്നെ 2 LVDs വരുന്ന ടൈപ്പാണ്. 2 LVDs ആണ് അങ്ങനെ വരുന്ന ടൈപ്പ്. ഇതിൽ നമ്മൾ 4Kയുടെ സാധാരണ F70 4Kയുടെ പാനൽ ചേഞ്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് കുറച്ച് ഈസിയുള്ള കാര്യങ്ങളല്ല, കുറച്ച് റെസിസ്റ്ററുകൾ മാറ്റേണ്ടി വരും. ആദ്യമായിട്ട് ഇതില് ഒരു 16 റെസിസ്റ്റർ 2 പെയറായിട്ട് താഴെ ഇട്ടിട്ടുണ്ടാവും. ഈ താഴെ ഇട്ടത് 8 8 16. ഇത് രണ്ടും അതേപോലെ ജസ്റ്റ് മേലെ അതേപോലെ പ്രിന്റ് ഉണ്ട്. ആ പ്രിന്റിൽ ഇത് ആഡ് ചെയ്യണം. അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ താഴെ ഇട്ട് തരാം, ഫോട്ടോ ഇട്ട് തരാം. തൊട്ട് താഴെയുള്ളതിന്ന് അതേപോലെ ജസ്റ്റ് എടുത്ത് മേലെ ഇടുക. അതിനുള്ള പ്രിന്റ് അതിലുണ്ട്. ഇവിടെ 8 പെയർ, ഇവിടെ 8 പെയർ, ടോട്ടൽ 16. ഈ 16 പെയർ ഇട്ട ശേഷം അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ആ 8 8 16 പെയർ റെസിസ്റ്റർ ഇട്ട ശേഷം അതിന്റെ തൊട്ട മേലെയായിട്ട് 2 ഡമ്മി ആയിട്ടുള്ള പ്രിന്റ് ഉണ്ടാവും. 2 റെസിസ്റ്റർ ഇടാൻ പറ്റിയ 2 പ്രിന്റ് ഉണ്ടാവും. അതിൽ ഒരെണ്ണത്തിൽ 10Kയും അടുത്തതില് 0 ohmസും ആഡ് ചെയ്യണം. ആ റെസിസ്റ്റർ നമ്പർ ഞാൻ ഇമേജിൽ ഇട്ട് തരാം. അതിനുശേഷം ഈ കാണുന്ന ഭാഗത്തായിട്ട് 504 എന്നൊരു പ്രിന്റ് ഉണ്ടാവും. അതിലൊരു റെസിസ്റ്റർ ഉണ്ടാവും. അത് 10K ഉണ്ടാവുക. അത് മാറ്റിയിട്ട് 2.2K റെസിസ്റ്റർ അതിൽ ആഡ് ചെയ്യണം. അതിനുശേഷം പാനൽ VCCക്ക് ഒരു ജമ്പർ ഇട്ടിട്ടുണ്ടാവും. ആ ജമ്പർ ഇപ്പുറത്ത് 12 വോൾട്ട് വരും. ഇത് ഡമ്മി ആയിരിക്കും. അതിൽ കണക്ടറോ റെസിസ്റ്ററോ ഉണ്ടാവില്ല. ഒരു റെസിസ്റ്ററോ അല്ലെങ്കിൽ ഒരു ജമ്പറോ അതിന് കൊടുക്കണം. അതിനുശേഷം LVDs കണക്ട് ചെയ്തു. LVDs കണക്ട് ചെയ്തിട്ട് സെറ്റ് ഓണാക്കി. അതിനുശേഷം സെറ്റ് ഓൺ ചെയ്തു. സെറ്റ് ഓൺ ചെയ്തപ്പോ ഇപ്പൊ അതിൽ ഡിവിഷൻ പിക്ചറാണ്. 2 പാർട്ടായിട്ടാണ് പിക്ചർ കാണുന്നത്. ആ കാണുന്നത് സ്റ്റാൻഡിന്റെ ഒരു കമ്പിയാണ്. അതല്ലാതെ 2 പിക്ചർ ഡിവിഷൻ പിക്ചറായിട്ടാണ് ഇപ്പൊ കാണുന്നത്. അതിന് ഇപ്പൊ കാണുന്നുണ്ടോ വീഡിയോ? 2 പിക്ചർ, ഇപ്പുറത്തൊരു പിക്ചർ, അപ്പുറത്തൊരു പിക്ചർ. ഇതിനെ ഡിവിഷൻ പിക്ചർ എന്ന് പറയാ. അതിന് ഇതിലുള്ള ടീകോണിലെ EEPROM ICയിൽ ടീകോൺ സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ ഡിവിഷൻ പിക്ചറിനുള്ള സോഫ്റ്റ്വെയർ അത് നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ ഇതിൽ 1-2 ചെറിയ കാര്യങ്ങളുണ്ട്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 16 പിന്നെ റെസിസ്റ്റർ, ഈ 16 റെസിസ്റ്റർ കറക്റ്റായിട്ട് അതിൽ കണ്ടിന്യൂറ്റി ഉണ്ടാവണം, സീറ്റിംഗ് ആവണം. ഇതിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്റർ ടച്ച് ആയില്ലെങ്കിൽ പോലും അത് വന്ന് ബർണിംഗ് മോഡിലായിരിക്കും പോവുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ റെസിസ്റ്റർ ഇട്ട ശേഷം ഈ കണ്ടിന്യൂറ്റി ഈ കണക്ടറിലേക്ക് മീറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കണം. നോക്കിയ ശേഷം മാത്രമേ ഓൺ ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ അത് ബർണിംഗ് മോഡിൽ തന്നെ നിൽക്കും, പിക്ചർ വരില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ LVD സീറ്റിംഗ് വളരെ കറക്റ്റ് ആയിരിക്കണം. പിന്നെ അതിന് പുറമെ ഇതിലൊരു പ്രത്യേക ടിപ്സ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഈ LG പാനലില് പാനൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ അതിലുള്ള പാനൽ ഇപ്പൊ ജമ്പിംഗ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള പാനൽ ഉണ്ടെങ്കിൽ അതിന്റെ ജസ്റ്റ് സർവീസ് മോഡ്, ഈ പാനൽ മാറ്റാൻ നിൽക്കുന്നതിന് മുന്നേ ആദ്യം അതിന്റെ സർവീസ് മോഡ് ഓപ്പൺ ചെയ്യാം. സർവീസ് മോഡ് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ സർവീസ് മോഡ് അറിയാമെന്ന് വിചാരിക്കുന്നു. 0413 അതാണ് സർവീസ് റിമോട്ടിൽ അതിന്റെ സർവീസ് മോഡ് വരിക. സർവീസ് മോഡ് ഓപ്പൺ ചെയ്തിട്ട് ടൂൾ ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷനിൽ പോയിട്ട് പാനൽ സെറ്റിംഗ്. ആ പാനൽ സെറ്റിംഗിൽ പോയി പാനലിന്റെ നെയിം ഉണ്ടാവും, BOE ഇങ്ങനെ ഓരോ പേര് സൈഡിൽ സെലക്ട് ഉണ്ടാവും. അതിനെ വന്ന് ഫസ്റ്റ് ഇന്നോലെക്സ് ആക്കി വെക്കണം. ഇന്നോലെക്സ് ആക്കിയ ശേഷം തൊട്ട് മേലെ ഇഞ്ച് എന്നുണ്ടാവും. ആ ഇഞ്ച് എന്നുള്ളത് 50 ആക്കണം. 43 എന്നുണ്ടാവും, അത് 50-ലാക്കി വെക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്താൽ സ്റ്റോർ ആവും. അത് ആദ്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ടിന്യൂസ്ലി ബേണിംഗ് മോഡിലായിരിക്കും വരിക. അതായത് F70 ഈ പാനൽ യൂസ് ചെയ്യുന്ന കാര്യത്തിന് പറഞ്ഞത് 4Kയുടെ. ഇനിയിപ്പോ നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്യാം. ഇതിന്റെ F70ന്റെ പാനൽ സോഫ്റ്റ്വെയർ, ടീകോൺ സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്തെടുക്കുക, അതിൽ കോപ്പി ചെയ്യുക.
ടീകോൺ സോഫ്റ്റ്വെയർ F70 UHD. സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞു. അതിനുശേഷം FFCയും LVDSും കണക്ട് ചെയ്തു. ഇപ്പോ LG എന്നുള്ള ലോഗോ കറക്റ്റ് സിംഗിൾ ആയിട്ട് വന്നു. ഇപ്പോ കറക്റ്റ് ഡിസ്പ്ലേ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, സെറ്റ് പെർഫെക്റ്റ് വർക്കിംഗ് ആണ്. താങ്ക് യു.